ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കുടിവെള്ളത്തിനും ജലസംരക്ഷണത്തിനും പ്രാധാന്യം നൽകി ഷൊർണൂർ നഗരസഭാ ബജറ്റ് 17.82 കോടി രൂപയാണ് കുടിവെള്ളത്തിനും ജലസംരക്ഷണത്തിനുമായി നീക്കിവച്ചിരിക്കുന്നത്. പശ്ചാത്തല മേഖലയ്ക്ക് 10.73 കോടി രൂപയും ഭാരതപ്പുഴ പുനരുജ്ജീവനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 20 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ശുചിത്വവും മാലിന്യ സംസ്കരണവും ലക്ഷ്യം വെച്ച് 10.93 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 81.21 കോടി രൂപ മുൻ ബാക്കി ഉൾപ്പെടെ വരവും 81.71 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഉപാധ്യക്ഷ പി സിന്ധു അവതരിപ്പിച്ചത്. അതിന് ഏകദേശം 4 കോടി രൂപയ്ക്ക് മേലെ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക വർഷം തന്നെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് അതിന് ടൗൺ ഹാളിന് അനുബന്ധമായി ലഞ്ച് ഹാളും ഫർണിഷിംഗ് സൗണ്ട് സിസ്റ്റവും ടൗൺ ഹാളിന് സമീപം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയ്ക്കായി 1.30 കോടി രൂപ ഈ ബജറ്റ് വകയിരുത്തുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും അതിദാരിദ്ര്യമനുഭവിക്കുന്നവർക്കും ഭവനം നിർമ്മിച്ചു നൽകാനും ബജറ്റിൽ പദ്ധതിയുണ്ട്. മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീടുകൾ നഗരസഭ നിർമ്മിച്ചു നൽകുക. ലഞ്ച് ഹാൾ, ടൗൺ ഹാളിന് സമീപം ഷോപ്പിംഗ് കോംപ്ലക്സ്, കുടുംബശ്രീ പ്രീമിയം കഫേ ആൻഡ് ആഴ്ചച്ചന്ത, കൗമാര ശിശു സംരക്ഷണം, വാതക ശ്മശാനം, സീവേജ് കോ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വയോജനക്ഷേമ പദ്ധതികൾ, ഭിന്നശേഷി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള ക്ഷേമ പദ്ധതി എന്നിവയാണ് ബജറ്റിലെ പ്രധാന പദ്ധതികൾ. ഗ്രാമീണ പാതകളെല്ലാം നവീകരിച്ചതുൾപ്പെടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ വലിയ വികസനം നഗരസഭയിൽ നടപ്പാക്കിയെന്ന് നഗരസഭാധ്യക്ഷൻ എം.കെ. ജയപ്രകാശ് പറഞ്ഞു. നഗരസഭയുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിച്ചത്, ഊർജ മേഖലയിൽ വൈദ്യുതി സ്ഥാപിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ ആക്ഷേപങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചത്, കുടിവെള്ളം നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു മേഖല, അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ച സംഖ്യ, ഇതെല്ലാം നോക്കിയാൽ മികച്ച മുന്നേറ്റം നമ്മുടെ നഗരസഭ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. അതേസമയം കഴിഞ്ഞ ബജറ്റിലെ പദ്ധതികളുടെ ആവർത്തനമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. വാതക ശ്മശാനം, അഭയകേന്ദ്രം എന്നിവയുൾപ്പെടെ കഴിഞ്ഞ വർഷങ്ങളിൽ ബജറ്റിൽ ഉള്ളതാണെന്നും കോൺഗ്രസ് കൗൺസിലർമാരായ കെ കൃഷ്ണകുമാർ, ടി കെ ബഷീർ എന്നിവർ ഉന്നയിച്ചു. നമുക്കറിയാം, വൈസ് ചെയർപേഴ്സൺ ബജറ്റ് അവതരിച്ചപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചു. 2020 കഴിഞ്ഞ കൗൺസിൽ അവസാനിച്ചപ്പോൾ 2021 നമ്മുടെ കൗൺസിൽ വന്ന സമയത്ത് ഇവിടെ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമല്ലാതെ തകർന്ന് തരിപ്പിടമായി കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ കൗൺസിൽ വന്നതിന് ശേഷമാണ് ഇവിടെ റോഡ് ഗതാഗത യോഗ്യമാക്കി എന്നുള്ള ഒരു കുറ്റബോധം എന്തായാലും എല്ലാവർക്കും ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു അവതരണമാണ് ബഹുമാനിയായ വൈസ് ചെയർമാൻ പറഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ബഡ്ജറ്റിൽ വെറും തനിയാവർത്തനങ്ങളും ആവർത്തന വിരസതയല്ലാതെ പ്രത്യേകിച്ച് ഷൊർണൂരിലെ ജനങ്ങൾക്ക് ഗുണകരമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ബജറ്റിനെ നിസ്സംശയം എതിർക്കുകയാണ്, വിമർശിക്കുകയാണ്. ഈ വർഷവും ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങ് തടിയാക്കിക്കൊണ്ട് നടക്കാനാവാത്ത ഒരു സ്വപ്നമായി മാറ്റിയ ഒരു ബഡ്ജറ്റിന് വീണ്ടും രൂപപ്പെടുത്തി. നമുക്കറിയാം, ഇത്തരം ബഡ്ജറ്റുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ബഡ്ജറ്റ് മാർച്ച് മാസത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാർച്ച് മാസമാവണം ബഡ്ജറ്റ് ബുക്ക് പൊടി തട്ടി നമുക്ക് പുറത്തിറക്കണം. അതേസമയം കേന്ദ്ര സർക്കാർ സഹായത്തോടെയുള്ള പദ്ധതികളാണ് നഗരസഭയിൽ നടപ്പാക്കുന്നതെന്ന് BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, കെ പ്രസാദ് എന്നിവരും പറഞ്ഞു. സിനിമാ ഡയലോഗുകൾ പറഞ്ഞായിരുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. ഈ നരസിംഹം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ അച്ഛൻ വലിയ പ്രതിസന്ധി വരുന്ന സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വരുന്നൊരു കഥാപാത്രമാണ് മമ്മൂട്ടി ചോദിക്കുന്നത്, നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ? അത്തരത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ. ആ ഡയലോഗാണ് നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ഈ കൗൺസിലിന്റെ കാലഘട്ടം വരുന്നതിന് മുമ്പേ ഈ നഗരപ്രദേശത്തെ മുഴുവൻ റോഡുകളും വളരെ മോശമായിരുന്നു എന്ന് ഒരു കുറ്റസമ്മതം നടത്തുന്ന ഒരു സംസാരമാണ് ഉണ്ടായത്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, 10-40 കൊല്ലം ഈ നഗരസഭ ഭരിച്ചത് ഇതേ ഭരണസമിതി തന്നെയാണ്. അപ്പോൾ അത് ആരുടെ പോരായ്മയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ ആ പോരായ്മകൾ കുറവായിരുന്നുവെന്ന്
സ്വയം സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. സലീംകുമാർ പറഞ്ഞതുപോലെ കുറ്റസമ്മതം നടത്തിയല്ലേ, ആ കുറ്റസമ്മതം നടത്തിക്കൊണ്ട് ബജറ്റ് പ്രസംഗം ആരംഭിച്ച നഗരസഭാ വൈസ് ചെയർമാൻ ഇവിടെ ഞങ്ങൾക്കും അറിയാൻ കൃത്യമായിട്ട് ഇവിടെ പല കുറ്റസമ്മതങ്ങളും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ പതിറ്റാണ്ടുകളായി ഈ ഷൊർണൂർ നഗരസഭ ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയമായിരുന്നു എന്ന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് ഏകദേശം ബാർബർ ബാലന്റെ മാനസികാവസ്ഥയിൽ ഞാനിങ്ങനെ തളർന്നിരുന്നു. ഞാനത് ചോദിച്ചിട്ടില്ല. ഞാൻ നമുക്ക് ചോദിക്കാം. ഒരു വാഹനമൊക്കെ കവർ ചെയ്യാതെ, കാരണം വിജയൻ പറഞ്ഞാൽ കിട്ടുന്ന ഫണ്ടോ എന്ന് പറഞ്ഞൊരു വാഹനം എടുത്തു വന്ന് പാലക്കാട്ടേക്ക് പറഞ്ഞ് എല്ലാവരും കൂടി ബാർബർ ബാലനടക്കമുള്ള ആളുകൾ ചെന്ന് ഈ സൂപ്പർ സ്റ്റാറിനെ കണ്ട് നിവേദനം കൊടുത്ത് 5 കൊല്ലം കാത്തിരുന്നിട്ടും ഫണ്ട് കിട്ടാതെ പോയ വേദനയുള്ളൊരു കൗൺസിലറാണ്. ഇതും ഈ രാജ്യത്താണ് നടക്കുന്നത്. കാരണം ഫണ്ട് കിട്ടിയില്ല, ആ സ്കൂളിന് ഫണ്ട് തന്നില്ല. ഞാൻ 5ാമത്തെ കൊല്ലം പേപ്പർ ചെയ്ത കുറേ സ്കൂളുകൾക്ക് 10 ലക്ഷം 15 ലക്ഷം എവിടെയെങ്കിലും പരിധിപ്ര സ്കൂൾ ഒന്നുണ്ടായാൽ അതിന്റെ പേരിൽ എനിക്ക് എന്റെ വാർഡിലെ ഇതര രാഷ്ട്രീയക്കാർക്ക് മുമ്പിൽ ഗമ കാണിക്കാമെന്ന് പ്രതീക്ഷിച്ചമായി ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. സ്ഥലം MLA ആ സ്കൂളിന് 1 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒരർത്ഥത്തിൽ വിജയിക്കുകയും മറ്റൊരർത്ഥത്തിൽ ബാലനെ പോലെ ബാർബർ ബാലനെ പോലെ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു രാഷ്ട്രീയ ഇന്നിവിടെ ഒരു ബഡ്ജറ്റ് ചർച്ചയിൽ രജനീകാന്തിനെ പറ്റി പരാമർശിക്കുമ്പോൾ അദ്ദേഹം 1995 അഭിനയിച്ച ഭാഷ എന്ന സിനിമയെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ സിനിമയിലെ ഒരു ഡയലോഗ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വർഷങ്ങളായി 19 വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ നിന്നും നിലനിൽക്കുന്ന ഒരു ഡയലോഗാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നിടും എന്നുള്ളൊരു ഡയലോഗ്. അത് ഞാനിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, നമുക്ക് നൽകിയ ആ ആത്മവിശ്വാസവും ഉറപ്പും അദ്ദേഹം ആർജിച്ചെടുക്കുകയും അതിനോടൊപ്പം നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഷൊർണൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും വികസനത്തിന്റെ വസന്തകാലം നമ്മുടെ നാട്ടിൽ നടപ്പിലാവുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറയാതെ പോകാൻ കഴിയില്ല. എന്നതുകൊണ്ട് ആദ്യമായി ഈ ബജറ്റ് പ്രസംഗ ചർച്ചയിൽ ആദ്യമായി ഈ നഗരസഭയുടെ വികസനത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. വികസനത്തിലൂന്നിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെ 33 വാർഡുകളെയും ഒരുമിച്ച് കണ്ടുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഭവന നിർമ്മാണത്തിന് വേണ്ടി ഈ നഗരസഭ വരുന്ന വർഷത്തേക്ക് വെക്കുന്നത് 5 കോടി തരം വരുന്ന സംഖ്യയാണ്. ഭവന നിർമ്മാണത്തിന് വേണ്ടി ഈ നഗരസഭ വെക്കുന്ന സംഖ്യ 5 കോടിയാണ്. ഈ ശ്രീനിവാസൻ പറയുന്ന അതേ സൗണ്ട് തന്നെയാണ് മറ്റേ തിലകനും വരുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും സൗണ്ട് വരെ പോലെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ സിനിമ കാണാത്തോണ്ട് നല്ല വിശദമായിട്ട് ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കാണ്. സ്ഫടികം സിനിമ അതുകൂടി പറഞ്ഞു. ഓർമ്മ 2 സിനിമ അതിലിങ്ങനെ പറയും ചക്കരാടി ഇങ്ങനെ എന്താ ജഡ്ജിയുണ്ട്. അപ്പൊ ഇങ്ങനെ മോലാന്റെ കേസ് നോക്കുമ്പോഴേക്ക് കുറച്ച് നേരമേക്ക് വരുന്ന സമയത്തൊക്കെ ആളുകൾ പറഞ്ഞു കൊടുക്കാനൊക്കെ വാങ്ങി. അതിന് വേണം പറയാം, ക്ഷീരമുള്ള അകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൊടുക്കണം. സകലകല വന്നപ്പെടുന്ന മതത്തിലുമില്ല. ഇവരുടെ ഈ 2 കൂട്ടരുടെ സമീപനം ഒന്ന് മാത്രമാണ് ഈ ബഡ്ജറ്റിന് പൂർണ്ണമായി ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.